ശ്രീനിവാസൻ സാർ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾക്ക് വേറൊരു മറ്റൊരു കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതേപോലെ ആണ് അദ്ദേഹത്തെ ലെജൻഡാണ്. ഇന്നും റെഫർ ചെയ്യുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങനത്തെ ഒരു സിനിമകൾ അതേപോലെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതേപോലെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ഓർമ്മകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ സാർ? അല്ല, അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലെ ഒന്നല്ല വെച്ചാൽ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ജെനുവിനായിട്ടുള്ള ഒരാൾ, മനുഷ്യസ്നേഹി, പിന്നെ നല്ല ചങ്കൂറ്റൊരാൾ, പിന്നെന്താ പറയുക, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ, നല്ല കലാസ്വാദകൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, ഹ്യൂമർ സെൻസ്. അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ളൊരു അടുപ്പമുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട്, ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ടു നോക്കൂ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് കേട്ടപ്പോൾ ചേട്ടാ ഇത് വേറെ തരത്തിൽ, എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ. ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലും ഒക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ അതുപോലെ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമയല്ലേ ചെയ്തത്. ആ രണ്ട് സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന രണ്ട് സിനിമകൾ തന്നെയായിരുന്നു. അപ്പം എല്ലാ സ്ഥലത്തും ശ്രീനിവാസൻ എന്താ പറയുക, ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ്, നമുക്ക് അഭിമാനിക്കാവുന്ന, എടുത്തു പറയുന്ന, നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനേട്ടൻ.